നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഉത്തരായന കാലം വസന്ത ഋതുവിൽ ശുക്ലപക്ഷ തൃതീയയും ചൊവ്വാഴ്ചയും കാർത്തിക നക്ഷത്രവും വരുന്ന 29/4/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മേടം 16 ശകവർഷം 1947 വൈശാഖ മാസം 9 സൂര്യോദയം 5:53 AM സൂര്യാസ്തമനം 6:20 PM രാഹുകാലം 3:13 മുതൽ 4:46 വരെയും ഗുളികകാലം 12:06 മുതൽ 1:39 വരെയും യമകണ്ഠകാലം 8:59 മുതൽ 10:32 വരെയുമാണ്. അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:42 മുതൽ 12:04 വരെയാണ്. 12:08 മുതൽ 12:30 വരെ അഭിജിത്ത് മുഹൂർത്തം തുടരുന്നു. ചന്ദ്രാഷ്ടമം വരുന്നത് തുലാക്കൂറുകാർക്കാണ്. തൃതീയ തിഥി വരുന്ന ദിവസമാണ്. വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കാർത്തിക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ചോറ്റാനിക്കര ഭഗവതിക്ക് വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. ശങ്കര ജയന്തിയുമായി ബന്ധപ്പെട്ട് മൂകാംബയിൽ വളരെ വിശേഷങ്ങൾ നടക്കുന്ന ദിവസമാണ്. ശ്രീ ശങ്കരാചാര്യരുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ നടക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ കാർത്തിക അന്നേ ദിവസം വളരെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. തൃതീയ തിഥിയും വൈകുന്നേരം വരെ ഉണ്ട്. പക്ഷെ കാർത്തിക നക്ഷത്രം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. 28 വൈകുന്നേരം ആകുമ്പോഴേക്കും കാർത്തിക തുടങ്ങിയത് കൊണ്ട് തന്നെ കാർത്തിക ഒരു 9 മണിയൊക്കെ കഴിയുമ്പോഴേക്കും കാർത്തിക കഴിയും. 9 മണി വരെ ഇല്ല, ഒരു 8 മണി വരെ ആകുമ്പോഴേക്കും തന്നെ കാർത്തിക കഴിഞ്ഞിട്ട് രോഹിണി തുടങ്ങും. അപ്പൊ രോഹിണി നക്ഷത്രം ആണ് പിന്നെ അങ്ങോട്ട്. അപ്പൊ രോഹിണി പിറന്നാളിന് നമ്മൾ അവസാനത്തെ ദിവസം എടുക്കുക. മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ചൊവ്വാഴ്ചയായിട്ട് ഒരുപാട് വലിയ ശുഭകാര്യങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ തൃതീയ ആയതുകൊണ്ട്, അക്ഷയ തൃതീയ പോലെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. കാർത്തികയും തൃതീയൊക്കെ വരുന്നതുകൊണ്ട് കൊടുക്കൽ വാങ്ങൽ ഒക്കെ ഈ 8 മണി കഴിഞ്ഞതിന് ശേഷം മതി. രോഹിണി നക്ഷത്രം എല്ലാം വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. അപ്പം തീർച്ചയായിട്ടും 27 നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ തരുന്ന ദിവസമാണ്. നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. സൂര്യൻ മേടത്തില്, ചന്ദ്രൻ ഇടവത്തില്, ചൊവ്വ കർക്കിടകത്തില്, ബുധൻ മീനത്തില്, ഗുരു ഇടവത്തില്, അതുപോലെ തന്നെ ശുക്രനും മന്ദനും സർപ്പിയും എല്ലാം നിൽക്കുന്നത് മീനൻ രാശിയിൽ. കന്നിയിലാണ് കേതു വരുന്നത്. ഗുളികോദയം വരുന്നത് ചിങ്ങൻ രാശിയിലാണ്. ഉദയം വന്നിരിക്കുന്നത് മീനത്തിൽ തുടങ്ങി മേടത്തിൽ തന്നെയാണ് ഉദയം വരുന്നത്. അപ്പം കാർത്തിക നക്ഷത്രം കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. രോഹിണി നക്ഷത്രമാണ്. ചന്ദ്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്ന ദിവസമാണ്. എല്ലാ കൊണ്ടും സൗഭാഗ്യങ്ങൾ വരുന്ന ദിവസമാണ്. ശങ്കര ജയന്തിയൊക്കെ ആയതുകൊണ്ട് മൂകാംബിക ദേവി പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ നല്ലതായിരിക്കും. 27 നക്ഷത്രക്കാർക്ക് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഓരോ രാശിയുടെയും ഫലത്തിലേക്ക് കടക്കാം. മേടം രാശി എന്ന് പറയുമ്പോൾ പൊതുരംഗത്ത് നിന്നും വിട്ട് സ്വന്തം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. വിദ്യാഭ്യാസത്തിൽ ഉയർച്ച ഉണ്ടാകും. വിലപ്പെട്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. അപ്രതീക്ഷിതമായ ബന്ധു സമാഗമം ഉണ്ടാകും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യം ദൃശ്യമാകും. പ്രതീക്ഷിച്ചിരുന്ന തുറകളിൽ നിന്ന് സാമ്പത്തിക സഹായം ലഭിക്കും. പലതരം സുഖഭോഗങ്ങളും അനുഭവിക്കുവാൻ അവസരമുണ്ടാകും. എന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ജോലി ചെയ്യുവാൻ കഴിയാതെ വരും. ഗ്രഹനാഥന് കർമ്മത്തിൽ തടസ്സം നേരിടും. അയൽക്കാരുമായി വാക്തർക്കങ്ങൾക്കൊപ്പം കേസ്, കോടതി എന്നിവയായി ബന്ധപ്പെടാനും യോഗം കാണുന്നു. ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും പുരോഗതി ഉണ്ടാകുമെങ്കിലും കുടുംബകാര്യങ്ങളിൽ മുമ്പത്തേക്കാളും അധികം ശ്രദ്ധ കുറഞ്ഞിരിക്കും.
സന്താനങ്ങളുടെയും സഹോദരങ്ങളുടെയും ശ്രേയസ് വർദ്ധിക്കും. വിദ്യാഭ്യാസ പുരോഗതി പ്രതീക്ഷിക്കാം. സർക്കാർ സർവീസിൽ നിന്ന് പിരിയാൻ സമയമായവർക്ക് കിട്ടേണ്ട പണത്തിന് തടസ്സങ്ങൾ നേരിടും. സഹോദരന്മാരിൽ നിന്ന് സ്വന്തം സഹോദരന്മാർ പോലും ശത്രുസ്ഥാനത്തേക്ക് മാറിയേക്കാം. കലാകാരന്മാർക്ക് ധാരാളം അവസരം വന്നു ചേരും. പണവും പ്രശസ്തിയും കിട്ടുകയും ചെയ്യും. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടുവാനും ആശയവിനിമയങ്ങൾ പങ്കുവയ്ക്കുവാനും അവസരം ലഭിക്കും. സമത്വഭാവനയും സുതാര്യമായ മനസ്സും ആദരവിന് ബലിയൊരുക്കും. അഭിലാഷങ്ങൾ സഫലമായാൽ പ്രത്യേകം വഴിപാടുകൾ നേരും. നിഷ്കർഷയോടുകൂടിയ പ്രവർത്തനങ്ങളിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളിൽ നിന്നും കുറ്റവിമുക്തയാകും. ആസൂത്രിത പദ്ധതികളിൽ വിജയവും ലക്ഷ്യപ്രാപ്തിയും കൈവരും. ഭാഗത്തിൽ ലഭിച്ച പൂർവീക സ്വത്തിൽ ഗൃഹനിർമ്മാണത്തിനുള്ള ശ്രമം നടത്തും. ജീവിത യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കുവാൻ ശ്രമിക്കും. അങ്ങനെ ആ പ്രവർത്തനത്തിലൂടെ സർവകാര്യ വിജയവും സമാധാനവും സ്വസ്ഥതയും അനുഭവയോഗ്യമാകും. സംഘടിത ശ്രമങ്ങളെല്ലാം വിജയിക്കും. നിരവധി ചുമതലകൾ ഏറ്റെടുക്കേണ്ടതായി വരും. ശുഭസൂചകമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. സാഹിത്യരചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും. ശുഭാപ്തി വിശ്വാസം ആവാമെങ്കിലും അമിതമായ ആത്മവിശ്വാസം അപകടത്തെ ക്ഷണിച്ചു വരുത്തും. നിശ്ചയദാർഢ്യത്തോടുകൂടിയ പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി കൈവരും. ഭാവിയെ പറ്റിയുള്ള ആശങ്ക വർദ്ധിക്കും. മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുമെങ്കിലും പ്രഥമ സ്ഥാനം നഷ്ടപ്പെടും. വിഭാവനം ചെയ്ത പദ്ധതികൾ അന്തിമ നിമിഷത്തിൽ അനുഭവത്തിൽ വന്നു ചേരും. തന്മയത്വത്തോടുകൂടിയ പ്രതികരണം ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ ഉപകരിക്കും. പ്രതിഭാസംഗമത്തിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിക്കും. സഹപ്രവർത്തകരുടെയും കീഴ്ജീവനക്കാരുടെയും പിൻബലത്താൽ ഏറ്റെടുത്ത കരാർ ജോലികൾ ചെയ്തു തീർക്കാനാകും. പട്ടണ വികസനം ഉണ്ടെന്നറിഞ്ഞതിനാൽ ഭൂമി വിൽപ്പന തൽക്കാലം നിർത്തിവെക്കും. പൊതുകാര്യങ്ങളിൽ അമിതമായി പ്രവർത്തിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളിൽ നിന്നും ശകാരം കേൾക്കുന്നതിനിടവരും. സംരക്ഷണ ചുമതലയുള്ള പുത്രന്റെ സമീപനത്തിൽ ആത്മാഭിമാനം തോന്നും. കലാ കായിക സാഹിത്യ രംഗത്തിലുള്ള പുനരാവിഷ്കാരം ജനശ്രദ്ധ ആകർഷിക്കുന്നതിന് വഴിയൊരുക്കും. സന്താനങ്ങൾക്ക് തന്നേക്കാൾ പ്രശസ്തിയും പദവിയും ഉണ്ടാകുന്നത് അറിയുമ്പോൾ ആത്മാഭിമാനം തോന്നും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കുവാൻ ആത്മപ്രചോദനമുണ്ടാകും. ബന്ധുവിൻ്റെ ദുരവസ്ഥയറിഞ്ഞ് അല്പം സാമ്പത്തിക സഹായം ചെയ്യും. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റിയ അവസരം വന്നു ചേരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ചുവപ്പ് വസ്ത്രം ധരിക്കുന്നത്, പഞ്ചാമൃത വഴിപാട് കഴിക്കുന്നത്, പനിനീരഭിഷേകം കഴിക്കുന്നതൊക്കെ, മൂകാംബിക ദേവിയെയും ചോറ്റാനിക്കരമ്മയൊക്കെ പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും ഉറപ്പുവരുത്തുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രാവർത്തികമാക്കുവാൻ അശ്രാന്ത പരിശ്രമം നടത്തും. അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കാൻ ശ്രമിക്കുകയാണ് നല്ലത്. കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുമ്പ് തന്നെ ജോലിയിൽ നിന്നും വിരമിക്കണമെന്ന് ആഗ്രഹിക്കും. അനാരോഗ്യകരമായ അവസ്ഥാവിശേഷത്താൽ പലപ്പോഴും അവധിയെടുക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. ഏറ്റെടുത്ത ദൗത്യം വിജയത്തിൽ എത്തിക്കുവാൻ അഹോരാത്രം പ്രയത്നിക്കും. സഹപ്രവർത്തകരുടെ സഹായം ആവശ്യമായി വരുന്ന സന്ദർഭത്തിനെല്ലാം അവരോട് നല്ല രീതിയിൽ സൗമ്യമായി പെരുമാറി അവരുടെ സഹായം അഭ്യർത്ഥിക്കും. കടം കൊടുക്കുക വഴി ജാമ്യം നിൽക്കുക, കടം കൊടുക്കുക, കുറി ചേരുക തുടങ്ങിയത് വഴി അല്പം മാനസിക വിഷമങ്ങൾക്ക് കാരണം വന്നു ചേരും.
സ്വന്തം ഉത്തരവാദിത്യങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് മൂലം മറ്റുള്ളവർക്ക് അടിമയായി നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നതും ഒഴിവാക്കേണ്ടതാണ്. അവതരണ ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. പൊതുവെ പറഞ്ഞാൽ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിനുള്ള ഊർജം സൂക്ഷിക്കുന്നതാണ്. പരീക്ഷാ വിജയം ഉറപ്പുവരുത്തുന്നതിന് അനുയോജ്യമായ പഠനം പൂർത്തീകരിക്കും. ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാ പേപ്പർ വർക്കുകളും ശരിയാക്കും. സാഹചര്യങ്ങൾക്കനുസൃതമായി പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തും. സർവരുടെയും അഭിപ്രായ ഐക്യം നേടുന്നതിനനുയോജ്യമായി പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കും. നിഷ്ഠയോടുകൂടിയ പ്രവർത്തന ശൈലി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കും. കാലോചിതമായ മാറ്റങ്ങൾ പ്രവർത്തന തലത്തിൽ പ്രാബല്യത്തിൽ വരുത്തുവാൻ തയ്യാറാകും. ചുമതലകൾ വർദ്ധിക്കുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റമുണ്ടാകും. ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ആശയങ്ങളും പലപ്പോഴും അബദ്ധങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും. അതുല്യ പ്രതിഭകളുമായുള്ള ആത്മബന്ധം പുതിയ ആശയങ്ങൾ സൃഷ്ടിക്കുന്നതിനും ജീവിതഗതിക്ക് തന്നെ വ്യക്തമായ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നതിനും സഹായകമാകും. ക്ലേശകരമായ വിഷയങ്ങളാണെങ്കിലും സ്തുത്യർഹമായ സേവനം കാഴ്ചവയ്ക്കുവാൻ സാധിക്കും. നിഗമനങ്ങൾ സ്ഥിരീകരിക്കുന്നതിനാൽ സാമ്പത്തിക വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഗുരുകാരണവന്മാരുടെ അർത്ഥവ്യാപ്തിയോടുകൂടിയ വചനങ്ങൾ തനതായ മൂല്യങ്ങളോടുകൂടി സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതിനാൽ ഉദ്ദേശിക്കുന്ന ഫലസിദ്ധി ലഭിക്കും. വിദഗ്ധോപദേശം സ്വീകരിച്ച് ദീർഘകാല സുരക്ഷാ പദ്ധതികളിൽ പണം നിക്ഷേപിക്കും. വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാൽ സമീപസ്ഥരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടുവാൻ സാധിക്കാതെ വരും. സ്വയം ഭരണാധികാരം ലഭിച്ചതിനാൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാൻ സന്നദ്ധയാകും. മാന്യമായ പെരുമാറ്റ രീതിയും സമീപനവും അവലംബിക്കുവാൻ തയ്യാറാകും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശ്ശീലങ്ങൾ ഒഴിവാക്കും. ഊഹോഹങ്ങൾ പലതും കേൾക്കുവാൻ ഇടവരും. എന്നിരുന്നാലും ഒന്നും കാര്യമാക്കിയെടുക്കില്ല. നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം വിജയിക്കാത്തതിൽ മനസ്സ് പ്രയാസപ്പെടും. നീച സംസർഗം കൊണ്ട് പല വിഷമതകളും നേരിടും. താൻ നേടിയെടുത്ത കാര്യങ്ങളെ ചൊല്ലി അഭിമാനിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരും. സർക്കാർ ജോലിക്കാർക്ക് സ്ഥലം മാറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. വിനോദയാത്രകൾക്കായി പണച്ചിലവ് വരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവയോഗത്തിൽ വരുന്നതിനായി രാശിനാഥയായ മഹാലക്ഷ്മിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വസ്തുവകകൾ പണപ്പെടുത്തി ധനം ബന്ധുക്കൾക്ക് നൽകുന്നതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. സ്ഥലം മാറ്റത്തിന് ശ്രമിക്കുന്നവർക്ക് അതിനനുകൂലമായ സാഹചര്യം വന്നു ചേരും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പരീക്ഷാദികളിൽ ഉന്നത വിജയമുണ്ടാകും. ആരംഭിച്ച സംരംഭങ്ങൾ പുരോഗമിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും മനസ്സുഖം കുറയും. അധ്യാപകർക്ക് സ്ഥലം മാറ്റത്തിനുള്ള യോഗം കാണുന്നു. യാത്രാക്ലേശം അനുഭവപ്പെടും. ദൂരയാത്രകൾ മാറ്റിവെക്കേണ്ടതായി വരും. ഗുരുസ്ഥാനീയർക്ക് ദീനം കൂടുവാൻ സാധ്യത കാണുന്നു. കിണർ, കുളം എന്നിവകളിൽ നിന്നും അപകടം വരുവാനുള്ള സാധ്യത കാണുന്നു. ആരെങ്കിലും കുളത്തിലോ കിണറ്റിലോ പെട്ട് അപകടത്തിൽ പെടുവാനുള്ള യോഗം കാണുന്നു. വിശ്വസിച്ചേൽപ്പിച്ച കാര്യം വേണ്ട പോലെ നിർവഹിക്കുന്നതാണ്. ഉന്നത സ്ഥാനത്തുള്ളവരുമായി ആത്മബന്ധം സ്ഥാപിക്കും. ഹോട്ടൽ, കൂൾ ബാർ എന്നീ ബിസിനസ്സുകളിൽ ഏർപ്പെട്ടിട്ടുള്ളവർക്ക് ധനലാഭം പ്രതീക്ഷിക്കാം. ക്ഷേത്ര ദർശനം നടത്തും. മനസ്സിന് സന്തോഷവും ഉന്മേഷവും വരുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കും. പല കേന്ദ്രങ്ങളിൽ നിന്നും വരുമാനമുണ്ടാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകുന്നതിന് രാശിനാഥനായ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യസ്വാമിയെ കൂടി പ്രാർത്ഥിച്ച് മൂകാംബിക ദേവിയെ കൂടെ പ്രാർത്ഥിക്കുമ്പോൾ ദിവസം മംഗളമായി തീരുന്നതാണ്.
കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമായി വരും. വാഹനകാര്യങ്ങളിൽ മാറ്റത്തിനുള്ള യോഗം കാണുന്നു. കുടുംബസമാധാനം വീണ്ടെടുക്കും. പണം നിയന്ത്രിച്ച് ചിലവഴിക്കും. തക്ക സമയത്ത് പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കുവാൻ ശ്രമിക്കും. സൗഹൃദങ്ങളിൽ നിന്നും ചതിവ് വരാതിരിക്കാൻ ശ്രദ്ധിക്കും. ദുശീലങ്ങളിലൊന്നും വഴിതെറ്റാതിരിക്കുവാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കും. മംഗല്യഭാഗ്യവും ദാമ്പത്യ സൗഖ്യവും അനുഭവത്തിൽ വന്നു ചേരും. സ്ഥാനലബ്ധിയും കർമ്മത്തിൽ ഉന്നതിയും ലഭിക്കാവുന്നതാണ്. ബിസിനസ് വിപുലീകരിക്കുന്നതിനാവും. പഠന പുരോഗതി നേടുന്നതിനായി കഷ്ടപ്പെടുന്നതാണ്. വിവാഹ കാര്യത്തിൽ ധൃതിയിൽ തീരുമാനമെടുക്കുന്നത് ആലോചിച്ചതിന് ശേഷം മാത്രം മതി. ധനാഗമനത്തിനൊപ്പം ചിലവുകൾ വർദ്ധിക്കുമ്പോൾ മനസ്സമാധാനം കുറയുകയും ചെയ്യും. അനാവശ്യമായ ചിലവുകളെല്ലാം നിയന്ത്രണ വിധേയമാക്കുന്നത് നന്നായിരിക്കും. കൂടെ നിൽക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ മാനിച്ച് കർമ്മമണ്ഡലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നത് നന്നായിരിക്കും. ആഡംബരങ്ങളും ആഘോഷങ്ങളും അല്പം കുറയ്ക്കുന്നത് നന്നായിരിക്കും. ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുന്നതും വിജയത്തിന് സഹായകമാണ്. കുടുംബത്തിലെ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നത് വഴി കുടുംബ സമാധാനം നിലനിർത്താൻ സാധിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ കളവ് പോകാതിരിക്കാൻ വേണ്ടത്ര കരുതലുകൾ എടുക്കണം. ദാമ്പത്യ ജീവിതത്തിലെ തെറ്റിദ്ധാരണ ഒഴിവാക്കുന്നതിനായി പരസ്പരം തുറന്ന് സംസാരിക്കുന്നത് നന്നായിരിക്കും. ദുരനുഭവങ്ങൾ മറക്കുവാൻ ശ്രമിക്കണം. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങൾ വരുമ്പോൾ രാശിനാഥയായ ദുർഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കുടുംബ പരദേവതയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭ പര്യവസാനിയായി തീരും. ചിങ്ങക്കൂറ്. കുടുംബത്തിൽ സുഖവും സന്തോഷവും സാമ്പത്തിക ഉയർച്ചയും വന്നു ചേരും. വ്യവഹാരങ്ങളിൽ വിജയിക്കുകയും വീടോ പറമ്പോ അധീനതയിൽ വന്നു ചേരുകയും ചെയ്യും. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വലിയ ഭാരമായി തോന്നും. വീട് മോടി പിടിപ്പിക്കാൻ പണം ചിലവഴിക്കും. കച്ചവടത്തിൽ കൂട്ടുപിരിഞ്ഞ പണം തിരികെ വാങ്ങിയേക്കും. കൃഷിയിൽ നിന്നും അല്പം ആദായം ലഭിക്കും. വീട്ടിൽ പൊതുവെ ഐശ്വര്യം ഉണ്ടാകും. കുടുംബാംഗങ്ങളിൽ ചിലരെ സംരക്ഷിക്കേണ്ട ചുമതല ഏറ്റെടുക്കേണ്ടതായി വരും. പരിശ്രമിക്കുന്ന കാര്യങ്ങളിൽ വിജയം ഉറപ്പാണ്. ആരോഗ്യം അല്പം നന്നാവും. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. കലാകാരന്മാർക്ക് പ്രശംസയും ധനവും ലഭിക്കുന്നതാണ്. യന്ത്രങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ്. വളരെയധികം പണച്ചിലവ് വന്നുകൂടുവാൻ ഇടയുണ്ട്. വീട്ടിൽ സമാധാനം കുറയും. കാർഷിക ആദായം ഉണ്ടാകും. പിതാവിൻ്റെ കുടുംബ സ്വത്ത് അധീനതയിലാകും. പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ളവർക്ക് പ്രമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ സൗഹൃദം പ്രദർശിപ്പിക്കും. കേസുകളിൽ അനുകൂല വിധി ഉണ്ടാകും. അധിക ചിലവുകൾ ഉണ്ടാകും. അനുകൂലമായ തീരുമാനങ്ങൾ കൊണ്ട് മനസ്സിന് ഉന്മേഷമുണ്ടാകും. എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിനായി രാശിനാഥനായ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ മൂകാംബികാദേവിയെയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചൊവ്വാഴ്ച ആയതുകൊണ്ട് ചുവന്ന വസ്ത്രം ധരിക്കുന്നത്, കാളിയമ്മയ്ക്ക് പട്ട് സമർപ്പിക്കുന്നത്, ഗുരുതിക്കൂട്ടി സമർപ്പിക്കുന്നതൊക്കെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വരുന്നതിന് സഹായകമാകും. കന്നിക്കൂറ്. വീട് മോടി പിടിപ്പിക്കാൻ പണം ചെലവഴിക്കും. കച്ചവടത്തിൽ കൂട്ടുപിരിഞ്ഞ് പണം തിരികെ വാങ്ങും. കൃഷിയിൽ നിന്ന് ആദായം ലഭിക്കും. വീട്ടിൽ പൊതുവെ ഐശ്വര്യമുണ്ടാകും. കലാകാരന്മാർക്ക് പ്രശംസയും ധനവും ലഭിക്കുന്നതാണ്. യന്ത്രങ്ങളുമായി പ്രവർത്തിക്കുന്നവർക്ക് പൊതുവെ നല്ല സമയമാണ്. ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ വലിയ ഭാരമായി തോന്നും. വീട് മോടി പിടിപ്പിക്കുന്നതിനായി പണം ചെലവഴിക്കും. അധികാരത്തിലിരിക്കുന്നവരിൽ നിന്നും സഹായം ലഭിക്കും.
പൊതുപ്രവർത്തകർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. വീടോ പറമ്പോ അധീനതയിൽ വന്നു ചേരും. ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റം പ്രതീക്ഷിക്കാം. സ്ഥാനപ്രാപ്തിയും സജ്ജന സമ്പർക്കവും ഉണ്ടാകും. സ്വന്തം ജനങ്ങളിൽ നിന്ന് തന്നെ വിഘ്നങ്ങളും തടസ്സങ്ങളും പലവിധത്തിലുള്ള എതിർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും. സ്വന്തം ആൾക്കാരിൽ നിന്ന് തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് അപവാദവും ചീത്തപ്പേരും കേൾക്കുന്നതിനുള്ള ഇടവരും. കള്ളക്കേസുകളിൽ കുടുങ്ങുവാനുള്ള സാധ്യതയും കാണുന്നു. കുടുംബസ്വത്ത് വീതം വെച്ച് കിട്ടും. വളരെയധികം പണച്ചിലവ് വന്നു ചേരും. പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് പ്രമോഷനും സ്ഥാനമാറ്റവും ലഭിക്കും. പിണങ്ങിയിരിക്കുന്ന ബന്ധുക്കൾ സൗഹൃദം പ്രദർശിപ്പിക്കും. ബന്ധുക്കളിൽ നിന്ന് സഹായ സഹകരണങ്ങൾ ചെറിയ തോതിൽ പ്രതീക്ഷിക്കാം. കരാറുകാർക്കും വ്യാപാര ലൈസൻസ് ഉള്ളവർക്കും അനുകൂല സാഹചര്യം വന്നു ചേരും. കുടുംബത്തിൽ നിസ്സാര കാര്യങ്ങൾക്കായി കലഹങ്ങൾ ഉണ്ടാകും. വാഹനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഊഹക്കച്ചവടത്തിൽ വിജയിക്കും. വ്യാപാരത്തിൽ നിന്ന് പലതരത്തിലുള്ള ലാഭം പ്രതീക്ഷിക്കാം. കൂട്ടുകാരുമായോ ജോലിക്കാരുമായോ അഭിപ്രായ ഭിന്നത ഉണ്ടാകാം. ഉന്നത വ്യക്തികളുമായി പരിചയപ്പെടുന്നതിന് അവസരം ലഭിക്കും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും ചോറ്റാനിക്കരമ്മയെയും പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. തുലാരാശി. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും ദാമ്പത്യ ഐക്യവും വന്നു ചേരും. ബൃഹത്തായ വികസന പദ്ധതി ആസൂത്രണ സംഘത്തിൽ ഉൾപ്പെടുന്നതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വതസിദ്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി തോന്നും. പഠിച്ച വിഷയത്തോടനുബന്ധമായ ഉദ്യോഗം ലഭിക്കും. അർഹമായ കാര്യങ്ങൾ അനുഭവത്തോടുകൂടി പ്രാബല്യത്തിൽ വന്നു ചേരും. നിരവധി കാര്യങ്ങൾ നിഷ്കർഷയോടുകൂടി ചെയ്തു തീർക്കുന്നതിൽ ആത്മസംതൃപ്തി ഉണ്ടാകും. അശ്രാന്ത പരിശ്രമത്താൽ തൊഴിൽ മേഖലകളിലുള്ള അനിശ്ചിതാവസ്ഥകളും അനിഷ്ട അവസ്ഥകളും അതിജീവിക്കുവാൻ സാധിക്കും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. അധികൃതരുടെ പ്രീതി നിമിത്തം സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. വസ്തു സംബന്ധമായ തർക്കങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ ശ്രമിക്കും. വ്യാപാര വ്യവസായ മേഖലകൾ വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി കർമ്മോത്സുകരായവരെ കണ്ടെത്തും. പുനഃപരീക്ഷയിൽ വിജയശതമാനം വർദ്ധിക്കുന്നത് വഴി ഉപരിപഠനത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. വിദേശ ഉദ്യോഗത്തിന് അനുമതി ലഭിക്കും. പരിശ്രമ സാഫല്യത്താൽ നേർന്നുകിടപ്പുള്ള വഴിപാടുകളൊക്കെ മുടങ്ങാതെ ചെയ്യുന്നതിന് ശ്രമിക്കും. കീഴ് ജീവനക്കാരുടെ പിൻബലത്താൽ കരാറ് ജോലികളിൽ പുതിയ എഗ്രിമെന്റുകൾ ഒപ്പുവയ്ക്കും. സ്വയം ഭരണാധികാരം ലഭിക്കുന്നതിന് കൂടുതൽ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യും. ആത്മീയ ചിന്തകളാൽ സേവന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തും. സുവ്യക്തമായ തെളിവുകൾ ലഭിച്ചതിനാൽ അന്യരെ പറ്റിയുള്ള അബദ്ധധാരണകൾ മാറ്റും. മാതാപിതാക്കളെ അനുസരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് വഴി കുടുംബ സമാധാനം നിലനിൽക്കും. കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ച് അനുകൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ഒരു ഊർജം കൈവശം ആകുന്നതാണ്. സുഹൃത്തിൻ്റെ സമയോചിതമായ ഇടപെടലുകളാൽ ഭീമമായ നഷ്ടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനാവും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെയും ചോറ്റാനിക്കരമ്മയും പ്രാർത്ഥിക്കുന്നതും ശങ്കരാചാര്യ സ്വാമിയെ ഓർത്തുകൊണ്ട് മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതും നന്നായിരിക്കും. വൃശ്ചിക രാശി. കാലോചിതമായ മാറ്റങ്ങൾ വരുത്തുന്നതിനാൽ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും വ്യക്തമായ ലാഭം പ്രതീക്ഷിക്കാം. മാനസിക സംതൃപ്തിയും പ്രതീക്ഷിക്കാം.
അധികാര പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുവാൻ നല്ല ശ്രമം വേണ്ടിവരും. അവഗണിപ്പിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസം തോന്നും. യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത്. കുടുംബത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുമ്പ് ഉദ്യോഗത്തിൽ നിന്നും വിരമിക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേരും. ലോട്ടറി ഭാഗ്യത്തിനുള്ള സാധ്യത തെളിഞ്ഞു വരും. അപ്രതീക്ഷിത ധനഭാഗ്യം പ്രതീക്ഷിക്കാം. കർമ്മരംഗത്ത് നല്ല ശ്രദ്ധ ആവശ്യമാണ്. പുതിയ പദ്ധതികൾ ആലോചിച്ച് വേണം ചെയ്യുവാൻ. മറ്റുള്ളവരുടെ നല്ലതിനായി ചെയ്യുന്ന കാര്യങ്ങൾ പോലും തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും. എതിരാളികളെ കരുതിയിരിക്കണം. ഈശ്വരാധീനത്താൽ ശത്രുജയം ഉണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഏത് കാര്യവും വേണ്ടപ്പെട്ടവരോട് കൂടി ആലോചിക്കുന്നത് എല്ലാവിധ വിജയത്തിനും സഹായകമാകും. തീരുമാന വൈകല്യം ഉണ്ടാവാതെ എന്തിനെക്കുറിച്ചും ഉള്ള തീരുമാനങ്ങൾ തുറന്നു പറയുവാൻ മടി കാണിക്കരുത്. തൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ഉദ്യോഗത്തിൽ ഉയർച്ച പ്രതീക്ഷിക്കാം. കച്ചവടത്തിൽ വിജയവും പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. നഷ്ടപ്പെട്ടെന്നു കരുതിയ ധനം തിരികെ ലഭിക്കുന്നതിനുള്ള യോഗം കാണുന്നു. ഭൂമി കൈവശം വന്നു ചേരുന്നതിനും സാധ്യതയുണ്ട്. എല്ലാവിധ കർമ്മങ്ങളിലും വിജയിക്കുന്നതിനായി രാശിനാഥയായ ഭദ്രകാളിയമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ധനുരാശി. അസമയത്തെ യാത്രകൾ മൂലം അപകടങ്ങൾ വരുവാനുള്ള സാധ്യത കൂടുതലാണ്. യാത്രകൾ വളരെ നിയന്ത്രിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കണം. ജാമ്യം, മധ്യസ്ഥത, സാക്ഷി പറയൽ ഇവയൊക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ബന്ധുക്കളുടെയും ആത്മാർത്ഥ സുഹൃത്തുക്കളുടെയും താക്കീതുകൾ അവഗണിക്കാതിരിക്കുക. എടുത്തുചാട്ട സ്വഭാവം നിയന്ത്രിക്കുക. പെട്ടെന്നുള്ള തീരുമാനങ്ങൾ ഒന്നുകൂടി പുനഃപരിശോധിക്കുക. ബുദ്ധി ഉപയോഗിച്ച് ക്ഷമയോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുക. സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം അനുകൂലമായ സാഹചര്യം വന്നു ചേരും. കച്ചവട വിജയം പ്രതീക്ഷിക്കാം. വിശ്വസ്തർ വഴി ചതി വരാതെ ശ്രദ്ധിക്കണം. സഹകരണത്തിലൂടെ നേട്ടമുണ്ടാവാൻ കഴിയും. തൊഴിൽ ഗുണകരമായ മാറ്റം പ്രതീക്ഷിക്കാം. കിംവദന്തികൾ സൃഷ്ടിക്കുന്നവരിൽ നിന്നും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം. വായ്പ, ധനകാര്യ ഇടപാടുകൾ, ചിട്ടി, ലോട്ടറി എന്നിവയിൽ അനുകൂല സാഹചര്യം വന്നു ചേരും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കൊണ്ടുപോകാൻ രാശിനാഥനായ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തിനായി ശങ്കരാചാര്യ ഗുരുവിൻ്റെ ശങ്കര ജയന്തിയൊക്കെ ആഘോഷിക്കുക. സൗന്ദര്യലഹരി പാരായണം ചെയ്യുക. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. വാഹനകാര്യങ്ങളിലും ശ്രദ്ധ ആവശ്യമാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ഫലം ലഭിക്കും. അവരുടെ സന്തോഷത്തിനായി കാര്യങ്ങൾ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യുന്നതിന് സാധിക്കും. കച്ചവടത്തിൽ വിജയിക്കും. ഏത് തരത്തിലുള്ള ചെറുകിട വ്യവസായികൾക്കും വൻകിട വ്യവസായികൾക്കും അവരുടെ കച്ചവടത്തിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾ കഠിനാധ്വാനത്തിലൂടെ വിജയം കൈവരിക്കും. വ്യാപാരത്തിൽ പുതിയ കരാർ പദ്ധതികൾക്ക് അനുകൂല സമയം വന്നു ചേരും. വാക്കുകൾ നിയന്ത്രിച്ച് പ്രയോഗിക്കുന്നത് നന്നായിരിക്കും. കുടുംബ സമാധാനം വീണ്ടെടുക്കുന്നതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. പണം നിയന്ത്രിച്ച് ചെലവഴിക്കുന്നത് വരെ അല്പം പണം ബാക്കി വയ്ക്കുവാൻ സാധിക്കും. തക്ക സമയത്ത് പ്രശ്നങ്ങൾ നയപരമായി പരിഹരിക്കുവാൻ ശ്രമിക്കണം. സൗഹൃദങ്ങളിൽ നിന്നും ചതി വരാതെ ശ്രദ്ധിക്കുക.
ദുശീലങ്ങളെല്ലാം മാറ്റി നല്ല ഈശ്വര ചിന്തയോടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് വഴി ഗുണഫലങ്ങൾ ഇരട്ടിയാവും. മംഗല്യഭാഗ്യവും ദാമ്പത്യ സുഖവും ലഭിക്കും. സ്ഥാനലബ്ധി ഏത് രംഗത്തും പ്രതീക്ഷിക്കാം. കർമ്മരംഗത്തും ഉന്നതി പ്രതീക്ഷിക്കാം. കഴിഞ്ഞകാല കഷ്ടതകളെല്ലാം മാറി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതായി അനുഭവപ്പെടും. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തി കിട്ടുന്നതിനായി രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആഞ്ജനേയ സ്വാമിയെ പ്രാർത്ഥിക്കുക, സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുക, മൂകാംബിക ദേവിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കുംഭം രാശി. കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജോലി, ബിസിനസ്, രാഷ്ട്രീയം, കല ഇങ്ങനെ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും കർമ്മരംഗത്ത് അബദ്ധമോ അപകടമോ സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കുടുംബത്തിലായാലും സൗഹൃദത്തിലായാലും നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളെല്ലാം പറഞ്ഞ് പരിഹരിക്കുവാൻ ശ്രമിക്കണം. ശത്രുശല്യം തലപൊക്കുമ്പോൾ മുളയിലെ തന്നെ അത് ഒടിച്ചു മാറ്റണം. ക്ഷമയോടെ ബുദ്ധിപൂർവ്വം ശത്രുക്കളെ ജയിക്കുവാൻ ശ്രമിക്കുക. അതിനനുസരിച്ചുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുക. കുടുംബത്തിൽ സമാധാനം നിലനിർത്തുവാനായി മുൻകൈ എടുത്ത് പ്രവർത്തിക്കുക. പണത്തിന്റെ വില അറിഞ്ഞ് ചിലവാക്കുക വഴി അല്പം ധനം ലാഭമാക്കി സൂക്ഷിക്കുവാൻ സാധിക്കും. വിദ്യാർത്ഥികളുടെ കഠിന പരിശ്രമത്താൽ വിജയസാധ്യത ഉറപ്പാകും. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും. പഠന പുരോഗതി നേടുന്നതിന് സന്താനങ്ങളെ പ്രാപ്തരാക്കുവാനും കഴിയും. ധനസമ്പാദനത്തിൽ കൂടുതൽ ശ്രദ്ധ ചിലവഴിക്കും. ധനാഗമത്തോടൊപ്പം ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും ചിലവുകൾ ചുരുക്കി ചെയ്യുന്നതിനാൽ ധനലാഭം പ്രതീക്ഷിക്കാം. കൂടെ നിൽക്കുന്നവരുമായി ആത്മാർത്ഥമായി സഹകരിച്ച് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് വഴി ഗുണഫലങ്ങൾ ഇരട്ടിക്കും. എല്ലാവിധ സൗഭാഗ്യവും നിലനിർത്തിക്കൊണ്ടുപോകാൻ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നത്, വിഷ്ണുമായ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിന് നീരാഞ്ജനം തെളിക്കുന്നത്, ചൊവ്വാഴ്ചയായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകമൊക്കെ ചെയ്യുന്നത് കൊണ്ട് എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവത്തിൽ വന്നു ചേരും. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചഞ്ചലമായ മനസ്സ് എല്ലാ കാര്യങ്ങളിലും തടസ്സവും താമസവും സൃഷ്ടിക്കും. ഈശ്വര ചിന്ത ശക്തമാക്കുന്നത് വഴി ഈശ്വര ചിന്തയിലൂടെ എല്ലാം മംഗളമാക്കാവുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ശ്രമിക്കുന്നത് വഴി പലവിധത്തിലുള്ള ഗുണഫലങ്ങളും തന്നെ തേടിയെത്തുന്നതായി തോന്നും. അപമാനത്തിനിടയുള്ളതിനാൽ മറ്റുള്ളവരുടെ ഇടപെടലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പണം കടം കൊടുത്താൽ തിരികെ കിട്ടാൻ പ്രയാസമായതുകൊണ്ട് ദാനം കൊടുക്കാം, ഒരിക്കലും കടമായി കൊടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദുർജന സംസർഗത്തിലൂടെ ദോഷാനുഭവങ്ങൾ വരുവാൻ യോഗം കാണുന്നു. കുടുംബജീവിതത്തിലെ വൈഷമ്യങ്ങൾ പെരുപ്പിക്കാതെ ക്ഷമയോടെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കണം. ദാമ്പത്യത്തിലെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുക. ദുഷ്ചിന്തകൾ ഒഴിവാക്കിയാൽ എവിടെയും വിജയിക്കുവാനാവും. പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാതാപിതാക്കളുടെ സഹായത്താൽ തരണം ചെയ്യാം. ദുരനുഭവങ്ങൾ മറക്കാൻ ശ്രമിക്കണം. അപ്രതീക്ഷിതമായ ചില ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും. വാദപ്രമേഹ രോഗികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കും. അനാവശ്യ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിച്ച് നഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ രമ്യമായി പരിഹരിക്കുന്നത് വഴി എല്ലാം മംഗളമായി ഭവിക്കും. വിലപിടിപ്പുള്ള വസ്തുക്കൾ കളവ് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അവർ ആഗ്രഹിക്കുന്ന അംഗീകാരം പ്രശസ്തിയും ലഭിക്കുന്നതിന് യോഗം കാണുന്നു. കർമ്മരംഗത്തെ എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെ കൂടി പ്രാർത്ഥിക്കുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് പനിനീർ അഭിഷേകമൊക്കെ കഴിക്കുമ്പോൾ എല്ലാം മംഗളമായി വന്നു ചേരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സുദിനമായി തീരട്ടെ. എല്ലാ നന്മകളും അനുഭവിക്കുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.